ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 15, പേജ് നമ്പർ 549. സ്വയമേവാത്മനാത്മാനം വേധത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതി. പദാനുപദം. പുരുഷോത്തമ, പുരുഷോത്തമനും, ഭൂതഭാവന, എല്ലാത്തിൻ്റെയും ഉദ്ഭവസ്ഥാനവും, ഭൂതേശ, എല്ലാത്തിൻ്റെയും ഈശ്വരനും, ദേവദേവ, ദേവന്മാരുടെ ദേവനുമായ, ജഗത്പതി, ഹേ ജഗത്പതി, ത്വം അങ്ങ്, സ്വയം ഏവ സ്വയം തന്നെ, ആത്മന അങ്ങയാൽ, ആത്മാനം അങ്ങയെ, വേധ അറിയുന്നു. വിവർത്തനം. ഹേ പുരുഷോത്തമ, സർവഭൂതങ്ങൾക്കും ഉത്പത്തിസ്ഥാനവും ദേവന്മാർക്ക് ദേവനുമായ ഭഗവാനെ, ജഗദീശ്വര, അങ്ങേക്ക് മാത്രമേ അങ്ങയുടെ തന്നെ അന്തരംഗ ശക്തിയാൽ അങ്ങയെ അറിയുവാൻ കഴിയുകയുള്ളൂ. ഭാവാർത്ഥം. അർജുനനെയും പിൻഗാമികളെയും പോലെ ഭക്തിയുത സേവനം കൊണ്ട് തന്നോട് ബന്ധപ്പെടുന്നവർക്ക് സുഗ്രാഹ്യനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ആസുര സ്വഭാവികൾക്കും നിരീശ്വരർക്കും അദ്ദേഹത്തെ അറിയാൻ കഴിയുകയില്ല. ഭഗവാനിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്ന ഊഹാപോഹങ്ങൾ കൊടും പാപമാണ്. കൃഷ്ണനെ അറിയാത്തവർ ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. ഭഗവത്ഗീത കൃഷ്ണന്റെ പ്രസ്താവനകളാണ്. കൃഷ്ണനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാകയാൽ കൃഷ്ണനിൽ നിന്ന് അർജുനൻ ഗ്രഹിച്ചതുപോലെ തന്നെ വേണം അത് മറ്റുള്ളവരും ഉൾക്കൊള്ളുവാൻ. അത് നിരീശ്വരവാദികളിൽ നിന്ന് സ്വീകരിക്കാൻ പാടുള്ളതല്ല. വദന്തി തത്തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവനാനിതി ശബ്ദത്തെ. ഭാഗവതം 1:2-11. പരമതത്വം 3 ഭാവങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. വ്യക്തി ശൂന്യബ്രഹ്മം, സ്ഥാനീയ പരമാത്മാവ്, അന്തിമമായി ഭഗവാൻ. ഇവയാണ് 3 ഭാവങ്ങൾ.
പരമതത്വജ്ഞാനത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ഒരാൾ പരമദിവ്യോത്തമ പുരുഷനെക്കുറിച്ചറിയുന്നു. ഒരു സാധാരണ മനുഷ്യനെയോ അവ്യക്തിഗത ബ്രഹ്മത്തെയോ സ്ഥാനീയ പരമാത്മാവിനെയോ സാക്ഷാത്കരിച്ച ഒരു മുക്തന് ഭഗവാന്റെ വ്യക്തിത്വം ഗ്രാഹ്യമല്ലെന്നു വരാം. അങ്ങനെയുള്ളവർ കൃഷ്ണപ്രോക്തങ്ങളായ ഈ ഗീതാസൂക്തങ്ങളിലൂടെ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ അവ്യക്തിഗതവാദികൾ കൃഷ്ണനെ ഭഗവാനായി അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പ്രാമാണികമായി കരുതുകയും ചെയ്യാറുണ്ട്. എങ്കിലും മുക്തരായ പലർക്കും കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി ദർശിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടു തന്നെയാണ് ഇവിടെ അർജുനൻ പുരുഷോത്തമ എന്ന് അഭിസംബോധന ചെയ്യുന്നതും സർവഭൂതങ്ങളുടെയും പിതാവാണദ്ദേഹമെന്ന് അറിയാത്തവർക്കു വേണ്ടി ഭൂതഭാവന എന്ന് കൃഷ്ണനെ സ്തുതിക്കുന്നതും. അത്രയുമറിഞ്ഞാൽ പോലും അദ്ദേഹം സർവനിയന്താവാണെന്ന് അറിയാത്തവരുണ്ടാകാം. അവരുടെ അറിവിനുതകുന്ന വിധം ഭൂതേശ, എല്ലാവരുടെയും പരമനിയന്താവ് എന്ന സംബോധനയും അർജുനൻ ഉപയോഗിക്കുന്നു. സമസ്ത ജീവജാലങ്ങളുടെയും പരമനിയന്താവാണ് കൃഷ്ണൻ എന്ന് അറിയാമെങ്കിലും എല്ലാ ദേവന്മാരുടെയും ഉറവിടമാണദ്ദേഹമെന്നറിയാത്തവരുണ്ടാകാം. അതുകൊണ്ടാണ് ദേവന്മാർക്കാരാധ്യനായ ദേവദേവ എന്ന പദം കൊണ്ട് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത്. എല്ലാ ദേവന്മാരുടെയും ആരാധ്യനായ ഭഗവാനാണദ്ദേഹമെന്ന് അറിയാമെങ്കിലും അദ്ദേഹം എല്ലാറ്റിൻ്റെയും പരമോന്നതനായ ഉടമയാണെന്ന് അറിയാത്തവരുണ്ടാകാം. അതുകൊണ്ട് അദ്ദേഹത്തെ ജഗത്പതേ എന്ന് അഭിസംബോധന ചെയ്യുന്നു. അങ്ങനെ കൃഷ്ണന്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി അർജുനനുണ്ടായ ബോധോദയം ഈ ശ്ലോകത്തിൽ തെളിഞ്ഞു കാണാം. ആ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ നമുക്കിനി അർജുനനെ പിന്തുടരുകയേ വേണ്ടൂ. ഹരേ കൃഷ്ണ.